ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനുവും ശ്രീകലയും കൂടെ ഭയങ്കരമായിട്ട് മനസ്സ് തകർന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഉദയഭാനു ഭാര്യയോട് പറയുന്നുണ്ട്, അവളെ ഒന്ന് കരകയറ്റാനും അവളുടെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിക്കാനും വേണ്ടി എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒക്കെ ഞാൻ പല കാര്യങ്ങളും ചെയ്തു. ഒടുവിൽ തോറ്റുപോയി ശ്രീകലെ. ഇനി എന്താ ഞാൻ ചെയ്യുക എനിക്കറിയില്ല. നിനക്ക് വേണമെങ്കിലും എന്നെ കുറ്റപ്പെടുത്താം. എൻ്റെ തന്ത്രവും കുതന്ത്രവും ഒക്കെയാണ് നമ്മുടെ മോളെ ഈ ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഉടനെ തന്നെ ശ്രീകല പറഞ്ഞോണ്ട്, ഇല്ലാത്ത ഗർഭത്തിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മുടെ മോളുടെ ജീവിതം തുലച്ചത് ഞാനല്ലേ അവളിതിനു വേണ്ടി നിർബന്ധിച്ചത്. ശ്രീകലെ, നീ എൻ്റെ കൂടെ നിന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ എന്തിനു വേണ്ട ഇതിനൊക്കെ ശ്രമിച്ചത്? നമ്മുടെ മോളെങ്കിലും നന്നായിട്ട് ജീവിക്കട്ടെ എന്ന് വിചാരിച്ചു. അവളുടെ കല്യാണം തീരുമാനിച്ച അന്നു മുതൽ ഈ നിമിഷം വരെ മനസ്സുഖവും സ്വസ്ഥത എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടേയില്ല. ദേവിയുടെ കല്യാണ സമയത്തും ഇതുപോലെ തന്നെയായിരുന്നു. പലരും കല്യാണം മുടക്കാൻ വരുമെന്ന് വിചാരിച്ചു. കടക്കാരെല്ലാവരും പല തന്ത്രങ്ങളും ഞാൻ പയറ്റി. കല്യാണം നടക്കുമെന്ന് ഞാൻ വിചാരിച്ച് അവസാനം എത്തി. എന്നിട്ടും കടക്കാർ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവസാനം ആ കല്യാണം നടന്നില്ലെങ്കിലോ എന്ന് പേടിച്ചിട്ട് ഞാൻ നിന്നോട് പോലും പറയാതെ ഞാനൊരു കാര്യം ചെയ്തിരുന്നു. എന്താണെന്നറിയോ, ഇത് കണ്ടോ എന്ന് പറഞ്ഞ് ഒരു വിഷക്കുപ്പി അതെടുത്ത് ഇങ്ങനെ കാണിക്കാട്ടോ. അപ്പോൾ എന്നിട്ട് ശ്രീകലയോട് പറയുന്നുണ്ട്, അന്ന് എനിക്കിത് ആവശ്യം വന്നില്ല, പക്ഷേ ഞാനിത് കളഞ്ഞില്ല, സൂക്ഷിച്ചു വെച്ചിരുന്നു. ഇന്ന് എനിക്കിത് പ്രയോജനം ഉണ്ടാവും. ഇല്ലെങ്കിൽ ഇന്ന് ഈ വിഷം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ആരെങ്കിലും പറ്റിക്കേണ്ടി വന്നെന്നായിരുന്നു. അപ്പോൾ ശ്രീകലെ, ഈ ദൈവം എന്ന് പറയുന്നത് ഒരു മനസാക്ഷി ഇല്ലാത്തവരാ. മര്യാദയ്ക്ക് ജീവിച്ചുകൊണ്ടിരുന്ന നമ്മളെ കുത്തുപാള എടുത്തു കടക്കാരനാക്കി. എന്നിട്ടും തൃപ്തിയാവാതെ വീണ്ടും ഞങ്ങളെ ജീവിക്കാൻ വേണ്ടിയിട്ട് തട്ടിപ്പിൻ്റെ ഓരോ പുതിയ വഴികൾ കാണിച്ചു തന്നുകൊണ്ടിരുന്നു. അതാണ് ശരിയെന്ന് വിചാരിച്ചു. അതിൻ്റെ പുറകെ പോയി. അവസാനം കിടക്കുന്നു, എല്ലാം തകടം മറിഞ്ഞ്. എന്തൊരു നാശം പിടിച്ച വിധിയാണിത്. എന്തിനാണ് നമ്മളിങ്ങനെ അനുഭവിക്കുന്നത്? അപ്പോൾ ശ്രീകലയ്ക്ക് നെഞ്ച് പൊട്ടി തകർന്ന് കരയാട്ടോ ദേട്ടാന്ന് വിളിച്ചിട്ട്. എന്നിട്ട് വീണ്ടും ഉദയം പറയുന്നുണ്ട്, നമ്മുടെ ദേവിയില്ല, നമ്മൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? പക്ഷേ നമ്മുടെ വിദ്യയില്ലേ നമുക്ക്? അവൾക്ക് വേണ്ടി ആരാ ഉള്ളത്? നമ്മൾ മരിച്ചാം. എടി, അതുപോലെയല്ല ദേവി. അവളെ ഇങ്ങനെ ആക്കിയതാരാ? നമ്മളല്ലേ. നമ്മളായിട്ടാണ് അവളെ കുഴിയിലാക്കിയത്. മക്കളെ സംരക്ഷിക്കേണ്ടത് മാതാപിതാക്കളല്ലേ. പക്ഷെ നമ്മളെന്താ ചെയ്തത്? നേർവഴിയാണെന്ന് നമ്മൾ വിചാരിച്ചതൊന്നും നേർവഴിയായിരുന്നില്ലല്ലോ. നീ ഈ വിഷം കഴിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ ഞാനിത് കഴിക്കും. ഞാനിനി ജീവിച്ചിരിക്കില്ല. അത് ഞാൻ തീരുമാനിച്ചു. ഉദയേട്ടൻ ഒറ്റയ്ക്കല്ലല്ലോ ഇതെല്ലാം ചെയ്തത്. ഞാനും കൂടെ ചേർന്നല്ലേ. മരിക്കുന്നെങ്കിൽ നമ്മൾ ഒരുമിച്ച് തന്നെ ആയിക്കോട്ടെ, അത് മതി. പിന്നെ വിദ്യയുടെ കാര്യം, വാക്കീറിയ ദൈവം അവളെങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു കൊടുത്തോളൂ. പിന്നെ നമുക്കതിനുള്ള യോഗ്യതയില്ല. നല്ല മാതാപിതാക്കളായി നല്ല മക്കളെ നല്ല രീതിയിൽ വളർത്താൻ. നമ്മൾ വളർത്തി അവർ നശിച്ച് തന്നെ പോവും. അതുകൊണ്ട് ഏറ്റവും നല്ല ഉദാഹരണം നമ്മുടെ ദേവി മോളല്ലേ. കണ്ടില്ലേ അവളുടെ ജീവിതം ഇവിടം വരെ കൊണ്ടെത്തിച്ചത്. സാരമില്ല, എന്ത് തന്നെങ്കിലും ആയിക്കോട്ടെ. ഉദയേട്ടൻ ഇങ്ങനൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഞാനും അതിൻ്റെ പുറകെ വരും. നമുക്ക് ഒരുമിച്ച് മരിക്കാം, അതാ നല്ലത്. എനിക്കും അത് തന്നെയാണ് ആഗ്രഹം എന്നിങ്ങനെ ശ്രീകല പറയാം. നമ്മൾ കാരണം നമ്മുടെ ദേവി മോള് മരണത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജീവിക്കാൻ എന്തെങ്കിലും ഒരു അധികാരമോ അവകാശമോ ഉണ്ടോ? നമുക്കും അവളുടെ ഒപ്പം തന്നെ പോവാം. അങ്ങനെ അവർ അപേക്ഷ കുപ്പി തുറക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഇവിടെ ആനന്ദ് ആശുപത്രിയിൽ ടെൻഷൻ പിടിച്ച് നിൽക്കുകയാണ്. ഈശ്വര, എന്താ റിസൾട്ട് ഇതുവരെ വന്നില്ലല്ലോ. അപ്പോൾ ദേവി ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരികയാണ്. അപ്പോൾ തന്നെ ഒരുമാതിരി ആക്കി ചോദിക്കുന്നുണ്ട്, ദേവി റിസൾട്ടൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു. ഇത് എപ്പോഴാണ് ടെസ്റ്റിൻ്റെയൊക്കെ റിസൾട്ട് വരിക? അപ്പോൾ തന്നെ നമ്മുടെ ദേവി പറയേണ്ടത് 1 മണിക്കൂറാവും. അപ്പോൾ മനസ്സിലാലോചിക്കണം. അപ്പോൾ 1 മണിക്കൂറിനകം നിൻ്റെ ഗർഭനാടകം അവസാനിക്കും. ദേവിക്കൊരു ക്ഷീണം പോലെ വന്നിട്ട് അവിടെ പോയി ഇരിക്കുക. ഓടിപ്പോയി ആനന്ദ് പറയാം, അയ്യോ താൻ എന്താ ഈ കാണിക്കുന്നത്? ഇരിക്കുകയാണോ? അങ്ങനെ പോയി ഇരിക്കരുത്. ഗർഭിണിയായ സ്ത്രീകൾ വളരെ പതുക്കെ വേണം ഇരിക്കാനായിട്ട്. ഞാൻ തന്നെ പിടിച്ചിരുത്താം. അങ്ങനെ ഇരിക്കുക എന്നും പറഞ്ഞ് പതിയെ പിടിച്ച് അവിടെ ഇരുത്താം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആനന്ദ് കാണിക്കുന്ന അഭിനയമാണെന്ന് ദേവിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ദേവിയുടെ കണ്ണങ്ങ് നിറയുക. എന്താ തൻ്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത്? പൊടി വീണതായിരിക്കും അല്ലേ? കരയേണ്ട ആവശ്യം എന്തായാലും ഇല്ല. അമ്മയാവാൻ പോകുന്ന ഒരു സ്ത്രീ എന്തായാലും കരയോ? സന്തോഷിക്കല്ലേ വേണ്ട. ഇത് പൊടി വീണത് തന്നെ. നീ കണ്ണുടയ്ക്ക്. കാണുന്നവരെന്താ വിചാരിക്കും? താൻ എന്തോ കളത്തരം ചെയ്തു, അത് ഞാൻ പിടിച്ചു, അതിനെക്കുറിച്ച് താൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എന്നല്ലേ കാണുന്നവർ വിചാരിക്കുള്ളൂ. നമ്മളായിട്ട് എന്തിനാ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ ഇടവരുത്തുന്നത്? താൻ ആ കണ്ണൊക്കെ തുടയ്ക്കുക, എന്നിട്ട് നന്നായിട്ടൊന്ന് ചിരിക്കുക. അങ്ങനെ ദേവിയെ കൊണ്ട് ചിരിപ്പിക്കാൻ കേട്ടോ. പക്ഷേ ദേവിക്കും ഭയങ്കര സങ്കടം കേട്ടോ. മനസ്സിലും ഒന്നും മിണ്ടാൻ പറ്റാത്ത അത്ര വേദനയാണ് ദേവിക്ക്. പേടി. അങ്ങനെ ദേവി ചിരിച്ചതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും ആനന്ദ് പറയാം, ആദ്യമായിട്ട് അമ്മയാവാൻ പോകുന്നതല്ലേ, ഈ തിരി മതിയോ? നല്ല സന്തോഷം വേണം. നന്നായിട്ട് ചിരിക്കുക.
കുറച്ചുകൂടി തെളിച്ച് തുടച്ചിരിക്കുക. ഇതൊരുമാതിരി വയസ്സായ ആൾക്കാരോ എന്തൊക്കെയോ പോലെ ചിരിക്കുന്നു. ഇങ്ങനെ ചിരിച്ചാൽ പോരാ. പിന്നെ എനിക്കങ്ങനെ തോന്നിയതായിരിക്കും അല്ലേ. നീ നന്നായിട്ട് ചിരിക്കും, അങ്ങനെ ചിരിക്കണം. പക്ഷേ പറ്റത്തില്ല, അമ്മയാവാൻ പോകുന്നത് നീ ഇങ്ങനെ ചിരിച്ചാൽ പറ്റില്ല എന്ന്. ഇതിപ്പോൾ ഞാൻ മാത്രം സംസാരിക്കുന്നു, നീ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ ദേവി. എനിക്കൊന്നും സംസാരിക്കാനില്ല ആനന്ദേട്ടാ. നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ചൂടെ? നീ സംസാരിക്കുക. നമ്മുടെ കുഞ്ഞ് ആരാവണം നിനക്ക് ആഗ്രഹമില്ലേ? എഞ്ചിനീയറോ പോലീസോ, അല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ ആഗ്രഹം പോലെ നമ്മുടെ കുഞ്ഞിനെ ഒരു IAS ആക്കിയാലോ? എന്താ തൻ്റെ അഭിപ്രായം? ഓ, എന്നിട്ട് വീണ്ടും ആനന്ദ്, പിന്നീട് നീ എന്താ പറഞ്ഞ് റിസൾട്ട് കിട്ടാൻ എത്ര സമയം എടുക്കും? 1 മണിക്കൂറല്ലേ? ആ, താനെന്തിനാ ഇങ്ങനെ ഞെട്ടുന്നേ? പെട്ടെന്ന് ദേവി, ആ 1 മണിക്കൂർ മാത്രമേ തനിക്ക് സമയമുള്ളൂ, പിടിക്കപ്പെട്ടാലെല്ലാം തീർന്നു, അങ്ങനെ പേടിക്കുകയാണ്. അല്ല, ഞാൻ ഞെട്ടിയില്ല ആനന്ദേട്ടാ. ആ, എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയതായിരിക്കുമല്ലേ. പിന്നെ പിന്നെ ഞാൻ വീണ്ടും ഞാൻ എന്നോട് ചോദിക്കുക, റിസൾട്ടിനപ്പോൾ 1 മണിക്കൂർ വേണമെന്നാണല്ലേ? അതെ, 1 മണിക്കൂർ. അപ്പോൾ ദേവി ആലോചിക്കുകയാണ്, ഒരേ 1 മണിക്കൂർ. ആ 1 മണിക്കൂർ കഴിയുമ്പോൾ സത്യം പുറത്തു വരും. ആനന്ദേട്ടൻ എന്നെ ഉപേക്ഷിച്ച് പോവും, ഇവിടെ ഇട്ടിട്ട് പോവും. എനിക്ക് എന്നേക്കുമായി ആനന്ദേട്ടനെ നഷ്ടപ്പെടും എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ദേവി പെട്ടെന്ന് ആനന്ദിനോട് പറയാ, ആനന്ദേട്ടാ നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ? ഓ ശരിയാണല്ലോ, ഈ സമയത്ത് തനിക്ക് ഭയങ്കര വിശപ്പായിരിക്കുമല്ലോ, അത് ഞാൻ ഓർത്തില്ല കേട്ടോ. ആ, താഴെ ക്യാൻറ്റീനുണ്ട്, വാ നമുക്കവിടെ പോയി കഴിക്കാം. അപ്പം ദേവി ആലോചിക്കുകയാണ്, ഇനി വളരെ കുറച്ച് നിമിഷങ്ങളെ എൻ്റെ മുന്നിലുള്ളൂ, അതിനിടയ്ക്ക് എൻ്റെ ആനന്ദേട്ടനെ എനിക്ക് നഷ്ടപ്പെടും. അപ്പോൾ അതിന് മുന്നെങ്കിലും ആനന്ദേട്ടൻ്റെ ഒപ്പം ഇരുന്ന് അവസാനത്തെ കഴിക്കണ ആവട്ടെ എന്ന് വിചാരിക്കട്ടോ. അങ്ങനെ ദേവിയും കൂട്ടി അവർ നേരെ ആനന്ദ് ക്യാൻറ്റീനിലേക്ക് ചെല്ലാണ്. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്. പക്ഷേ ദേവി കഴിക്കാൻ മടിച്ചിരിക്കുകയാണ്. ആനന്ദാണെങ്കിൽ നല്ലപോലെ കഴിക്കുകയും ചെയ്യണം. നോക്കുമ്പോൾ ദേവി കരയാണ്, കഴിക്കണമില്ല. എന്താ ദേവി, നീ കഴിക്കുന്നില്ലേ? അപ്പോൾ ദേവിയുടെ മനസ്സിലാലോചിക്കുകയാണ്, ഓ റിസൾട്ട് വരുമ്പോൾ ഈശ്വര എന്തൊക്കെയാണ് അവിടെ സംഭവിക്കാൻ പോവുക? ചേട്ടൻ എന്നെ ഉപേക്ഷിച്ച് പോവുമല്ലോ ഈശ്വര. പിന്നെ അവസാനമായിട്ടെങ്കിലും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ആഹാരമല്ലേ ഇത്, അതുകൊണ്ട് ഉടനെ ആനന്ദിനോട് പറയാം, ആനന്ദേട്ടാ ഞാനൊരു ആഗ്രഹം പറയട്ടെ. ആ, റിസൾട്ട് വരുന്നതുവരെ നിനക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് പറയാം, നീ വായിച്ചോ. പറ ദേവി. പിന്നെ റിസൾട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ വേറൊന്നുമല്ല, നേരെ വീട്ടിലേക്കല്ലേ പോവേണ്ടേ, അതാ ഞാൻ ഉദ്ദേശിച്ചത്, നീ പേടിക്കണ്ട. ആ, എന്താ നിൻ്റെ ആഗ്രഹം, നീ പറഞ്ഞോ. അപ്പോൾ ദേവി പേടിച്ച് പറയാണ്, അത് എന്നിട്ടാ അത് എനിക്ക് കഴിക്കാൻ കഴിയുന്നില്ല. എന്താ എന്തോ പോലെ ഭയങ്കര അഭിനയമാണല്ലോ ഇവിടെ നീ എന്ന് മനസ്സിലാലോചിക്കട്ടോ. അതല്ല എന്നിട്ട് എനിക്കിതൊന്ന് വാരിത്തരാവോ? ആ, പിന്നെന്താ, പറ്റില്ല എന്ന് മാത്രം പറയലും. പിന്നല്ലേ താനൊരു കാര്യം ആവശ്യപ്പെടാൻ ഞാൻ അങ്ങനെ ഇല്ലയെന്ന് പറയോ? കൊള്ളാം. അവസാനേ വയറ്റി കിടക്കണ കൊച്ചു വലുതാകുമ്പോൾ ചോദിക്കും, എടോ ഡാഡി, എൻ്റെ അമ്മയ്ക്ക് ഇച്ചിരി ആഹാരം വാരി കൊടുക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ വാരി കൊടുത്തില്ലല്ലേ? അതങ്ങനെ ചോദിക്കാൻ ഇടവരുത്താൻ പറ്റുമോ? ഞാൻ വാരിത്തരും നിനക്ക്. എടീ ദേവി, കുലപതിയല്ലേടി നീ അഭിനയിച്ച് തകർക്ക്, ഞാൻ അതിൻ്റെ അപ്പുറമായിട്ട് അഭിനയിച്ച് തകർക്കുന്നുണ്ട്. കഴിക്ക് എന്നും പറഞ്ഞ് ഒരു അതിൽ നിന്ന് പിച്ചി വായിലെടുത്ത് വെച്ച് കൊടുക്കാനോട്ടോ ദേവിക്ക് എന്തോ അത് കഴിക്കാൻ ആദ്യം എന്തോ കഴിക്കാൻ പറ്റുന്നില്ല എന്നാണ്, വായ്ക്ക് രുചിയില്ല എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരുന്നതായിരുന്നല്ലോ. അപ്പോൾ ആനന്ദ് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് വായ്ക്ക് രുചിയൊക്കെ വന്നോ? എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ദേവി പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് നല്ല രുചി തോന്നുന്നുണ്ട് ആനന്ദേട്ടാ. ഇനി ഒരിക്കലും ഈ ഒരു നിമിഷം തിരിച്ചു കിട്ടില്ല എന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണല്ലോ എല്ലാത്തിനോടും നമുക്കൊരു കൊതിയും ആർത്തിയും ഒക്കെ തോന്നുന്നത്. വീണ്ടും സങ്കടപ്പെട്ട് കരയാണ് ദേവി. അപ്പോൾ ആനന്ദ് കരയടി കര, അഭിനയം എന്താ ഒരു അഭിനയം, നീ അഭിനയിച്ച് തകർക്ക്. ഇവളുടെ ഈ അഭിനയത്തിന് മിനിമം ഒരു ഓസ്കാറെങ്കിലും കൊടുക്കണം എന്ന് ആനന്ദ് വിചാരിക്കുകയാണ്. എന്നിട്ട് വീണ്ടും ദോശയൊക്കെ പിച്ചി വായിലെടുത്ത് നീ കഴിക്കുക എന്ന് പറഞ്ഞ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് മനസ്സ് നിറഞ്ഞാണ് നമ്മുടെ ദേവി അത് വാങ്ങി കഴിക്കുന്നത്. ഇനി ഇതുപോലൊരു അവസരം തൻ്റെ ജീവിതത്തിലില്ല, ഇന്നത്തോടുകൂടി ജീവിതം പോലും അവസാനിപ്പിക്കണം എന്ന് തീരുമാനിച്ചാണ് ദേവി ഇരിക്കുന്നത്. അപ്പോൾ വീണ്ടും ഉദയഭാനുവും ശ്രീകലയും കൂടെ അവിടെ എന്തായാലും ദേവി മരിക്കും എന്നുള്ള ഉറപ്പായി. അപ്പോൾ ദേവി ഇല്ലാത്ത ജീവിതം നമ്മൾ വേണ്ടെന്ന് പറഞ്ഞ് ആ വിഷക്കുപ്പി അങ്ങോട്ട് തുറക്കാണ്ട് കേട്ടോ. അതൊരു വിധത്തിൽ തുറക്കാൻ പറ്റുന്നില്ല, ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ തന്നെ ഉദയഭാനു കണ്ടോ, ഇവിടെ ദൈവം വീണ്ടും നമ്മളെ ശിക്ഷിക്കുകയാണോ, എന്തൊരു പരീക്ഷണമാ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഉദയഭാനു. പക്ഷേ അവസാനം ഒരുപാട് സമയം ട്രൈ ചെയ്യുമ്പോൾ ആ വിഷക്കുപ്പി തുറക്കാണ് കേട്ടോ. അപ്പോൾ ശ്രീകല പറഞ്ഞു, ഉദയേട്ടാ ഞാൻ ആദ്യം കഴിക്കാം, ഞാൻ മരിച്ചതിന് ശേഷം നിങ്ങൾ മരിച്ചാൽ മതി. ഇല്ല, നീ പിടഞ്ഞ് മരിക്കുന്നത് കാണാനുള്ള ശക്തി എനിക്കില്ല, കാരണം ഇതിനെല്ലാം കാരണക്കാരൻ ഞാനാണ്, ഞാൻ തന്നെ ആദ്യം പോകണം. ഇല്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം, ഞാൻ ഉദയേട്ടനെ വിടില്ല, ഞാൻ അങ്ങനെ വിടാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് അവർ ആ വിഷക്കുപ്പി കയ്യിലെടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കാൻ കേട്ടോ.
ആശുപത്രിയിൽ വീണ്ടും നമ്മുടെ ദേവി ഈശ്വര റിസൾട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കും ആനന്ദേട്ടൻ പ്രതികരിക്കുക, എൻ്റെ ഭഗവതി കാത്തോണേ എനിക്കറിയില്ല ഈശ്വര എന്ന് പറഞ്ഞ് ദേവി പേടിച്ചിരിക്കാണ്ട്. പക്ഷേ ആനന്ദ് ആ സമയം മാറി നിന്ന് ആലോചിക്കുന്നുണ്ട്. ദേവി, ഇപ്പോഴെങ്കിലും നിനക്ക് സത്യം പറയാൻ എന്നോട് നിനക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഇവള് കള്ളമാണ് പറയുന്നത് എനിക്ക് നന്നായിട്ടറിയാം. ഈ ഒരു അവസാന നിമിഷങ്ങളിൽ നിനക്കൊന്ന് സത്യം പറഞ്ഞുകൂടെ? ഒരു പക്ഷേ നീ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ക്ഷമിക്കും, ഒരു പക്ഷേ നിന്നോട് ക്ഷമിക്കുമായിരുന്നു ഞാൻ നിന്നോട് എന്നിങ്ങനെ മനസ്സിൽ ആനന്ദ് വിചാരിക്കാൻ കേട്ടോ. അപ്പോൾ ദേവി മാറിയിരുന്ന് വിചാരിക്കണം, ഈ അവസാന നിമിഷമെങ്കിലും ആനന്ദ് ഏട്ടനോട് സത്യങ്ങൾ തുറന്ന് പറയാം, ഞാൻ ഗർഭിണിയല്ല എന്ന് ദേവിയും വിചാരിക്കുകയാണ്. അവസാനം രണ്ടുപേരും മനസ്സിൽ വിചാരിക്കുന്ന കാര്യം പോലെ തന്നെ ദേവി പതിയെ അടുത്ത് ആനന്ദിൻ്റെ അടുത്തേക്ക് വരിക. ആനന്ദേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? അപ്പോൾ ആനന്ദ് പ്രതീക്ഷയോടെ കാത്തിരിക്കുക കേട്ടോ. ഒരു പക്ഷേ ഇത് കള്ളമാണെന്ന് അവർ പറഞ്ഞിരുന്നെങ്കിൽ എന്ന്. അപ്പോൾ വീണ്ടും ദേവി പറയുന്നുണ്ട്, എനിക്കത് പറയാൻ കഴിയുന്നില്ല, പക്ഷേ ഞാൻ ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ആനന്ദേട്ടാ. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല ആനന്ദേട്ടാ എന്നിങ്ങനെ പറയാൻ പറഞ്ഞിട്ട് അടുത്തത് പറയാൻ വാ തുറക്കുന്നതും സിസ്റ്റർ വന്ന് ദേവിയെ വിളിക്കുകയാണ്. ദേവി, റിസൾട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ഡോക്ടർ ചെന്ന് കാണാമെന്നും. അതോടുകൂടി ആനന്ദ് അങ്ങോട്ട് തിരിഞ്ഞു പോവാണ്. തൊട്ടുപുറകെ ദേവിക്ക് വരാനും ഭയങ്കര പേടി. ആനന്ദ് തിരിഞ്ഞ് നോക്കിയിട്ട് ഒരു ദേഷ്യത്തോടുകൂടി ദേവി നോക്കിയിട്ട് പറയണം, റിസൾട്ട് വന്നു പറഞ്ഞാൽ കേട്ടില്ലേ, പിന്നെ എന്താ നിൽക്കുന്നത്, വാ. അങ്ങനെ ദേഷ്യത്തോടെ വിളിക്കുകയാണ്, താൻ വന്നേ ഇങ്ങോട്ട്. അപ്പോൾ ദേവി തൊട്ട് പറക്കെ ഇങ്ങനെ പോകട്ടോ. ദേവിക്ക് അങ്ങ് കാലൊന്നും അനങ്ങണില്ല, അത്രയ്ക്ക് പേടിയാണ്. അങ്ങനെ ഡോക്ടറിൻ്റെ മുമ്പിൽ ചെന്ന് രണ്ടുപേരും ഇരിക്കുകയാണ്. ഡോക്ടർ ആ സമയത്ത് ഫോൺ എടുത്തു വെച്ച് ഏതോ പേഷ്യൻറ്റിനോട് സംസാരിക്കുകയാണ്. അപ്പോൾ ഒരു സിസേറിയനെ കുറിച്ചാണ് പുള്ളിക്കാരി സംസാരിക്കുന്നത്. അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ, അവർ പറയുന്ന ഡേറ്റിൽ നല്ലൊരു നാളാണ് വരുന്നത്. ആ നാളുള്ള ദിവസം തന്നെയാണ് നല്ല നക്ഷത്രം, ആ ദിവസമായിരിക്കണം സിസേറിയൻ ചെയ്യേണ്ടത്. പക്ഷേ ഡോക്ടർ തർക്കിക്കുകയാണ്. സർജറിയുടെ ഡേറ്റ് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ജോത്സ്യനൊന്നും അല്ലല്ലോ, ഞാനല്ലേ. അപ്പോൾ അങ്ങനെ വേണം, നിങ്ങൾക്ക് സർജറിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളത് ചെയ്തോ എന്നൊക്കെ പറഞ്ഞ ദേഷ്യത്തിൽ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചു. ഇതിനിടയ്ക്ക് ആനന്ദിനങ്ങ് ആദ്യമായിട്ടോ എന്താ സത്യമാണോ കള്ളോ. അപ്പോൾ അവിടെ റിസൾട്ട് കൊണ്ടുവച്ചേക്കുവാണ്. ആനന്ദ് എന്താ ചെയ്യാന്ന് വെച്ചാൽ പതിയെ അത് നോക്കാൻ വേണ്ടിയിട്ട് കയ്യിലെടുക്കുന്നുണ്ട് ആ പേപ്പർ. അപ്പോഴേക്കും ഡോക്ടർ ഫോണും വയ്ക്കുകയാണ്. അതുപോലെ സിസ്റ്ററും അവിടെ ശ്രദ്ധിക്കുകയാണ്. പെട്ടെന്ന് ആനന്ദിൻ്റെ കയ്യിൽ നിന്ന് ആ പേപ്പർ അങ്ങ് മാറിപ്പോവുക കേട്ടോ. ആനന്ദ് അതിനെ നേരെയാക്കിയൊക്കെ വെക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ദേവിയുടെ റിസൾട്ട് അടിയിലേക്കായി പോവുകയാണ്. പുറത്തിരുന്ന റിസൾട്ട് നോക്കിയിട്ട് ഡോക്ടർ ചോദിക്കുന്നുണ്ട്, അയ്യോ സോറി കേട്ടോ, ടെസ്റ്റ് നെഗറ്റീവാണ്, പ്രഗ്നൻ്റ് അല്ല എന്നിങ്ങനെ പറയാം കേട്ടോ. അതോടുകൂടി ദേവി കരഞ്ഞ് എഴുകുന്നുണ്ട് അവിടെ ഇരുന്നും കൊണ്ട്. ആനന്ദിനാണെങ്കിൽ അത് കേൾക്കുന്നതും മൊത്തത്തിൽ അങ്ങ് സമാധാനമായതുപോലെ കിട്ടിയല്ലോ അങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഡോക്ടർക്ക് റിസൾട്ട് മാറിപ്പോയതാണ്. ആനന്ദ് ചെയ്തൊരു അബദ്ധമാണ് കേട്ടോ അത്. ഇതാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.